ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മളെല്ലാരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ആര്യന്റെ ഒരു ആക്ട്, അത് റെന ഫാത്തിമയ്ക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. എന്താ വെച്ചാൽ അതൊരു ലേഡിയാണ്, അപ്പൊ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി, അത് പറയുകയും ചെയ്തു. അത് പറഞ്ഞ ഒരു ഇഷ്യൂ ആയി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നു. അക്ബർ അവിടെ നിയമം പാസ്സാക്കുന്നത് പോലെ അക്ബർ അങ്ങനെ രണ്ടുപേരെയും വിളിച്ചിരുത്തി കോംപ്രമൈസ് ഒക്കെ ആക്കിയായിരുന്നു രാവിലെ. പക്ഷെ ഇപ്പോഴും അതൊരു ചർച്ചയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ലൈവിൽ നടന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അത്രയും ചെയ്തതിന് ശേഷം ആര്യൻ ആ റെനയെ ഇട്ട് ഒരുമാതിരി കോമാളിത്തരം സംസാരിക്കുന്ന പോലെ കോമാളി രൂപത്തിൽ റെനയുടെയാണ് എല്ലാ തെറ്റും, ഞാൻ ക്ലിയർ ആയിരുന്നു എന്ന് അവിടെ ബോധിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിനു മുമ്പ് ഈ ആര്യൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആര്യൻ പോയിട്ട് നവീനോട് പറയുന്നുണ്ട്, നിനക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയോ, നീ അല്ലയോ അത് കണ്ടത്. അപ്പൊ ആ നവീൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയില്ലാന്ന്. പക്ഷെ അത് നവീൻ അല്ലല്ലോ പറയേണ്ടത്, അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു ലേഡിയാണത്. ആ പെണ്ണിന് അങ്ങനെ തോന്നി. പക്ഷെ ഇതിനെ വളച്ചൊടിച്ചിട്ട് ഇവന്റെ ബെഡിൽ കയറി കിടക്കാൻ വന്നു, ഇവന്റെ ബെഡിൽ കയറി കിടന്നുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ഫണ്ണായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവൻ എല്ലാം ഫണ്ണാക്കുമല്ലോ. അതിന് കൊട പിടിക്കാൻ ആരൊക്കെയാണ്? അക്ബറും ഇവരും ജിസേലും. ജിസേൽ അതിന് കൊട പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇതൊരു വിഷയമല്ല. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ നിങ്ങൾ ഏത് ഇന്ത്യയിലും പോയി താമസിച്ചെന്ന് പറഞ്ഞാലും ആ കുട്ടിക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ അത് തോന്നിയതാണ്. അതൊരു പെൺകുട്ടിയല്ലേ. അപ്പോൾ അത് പറഞ്ഞതിന് റെനയെ ഇട്ട് ഒരുമാതിരി കോമാളി രൂപത്തിലാക്കുന്ന പോലെ ഇവൻ എന്തോ റെനയാണ് ഇവനെ കയറി പിടിച്ചതുപോലെയാണ് ഇവൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മസ്താനിയെ പറ്റി. നീ മസ്താനിയെ പോലെയാണ് നീ കളിക്കുന്നത്, നീ മസ്താനിയെ പോലെയാണ് ചെയ്യുന്നത്, നീ സെയിം മസ്താനിയാണെന്ന് പറയുമ്പം അവിടെ റെന പറയുന്നുണ്ട്, ആ ശരിയാണ് മസ്താനിയാണ്, ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അവൻ പറയുക നീ മസ്താനിയാണെങ്കിൽ ഞാൻ ഒനിയിലാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഗെയിം. ഇത് ലാലേട്ടൻ വന്നിട്ട് ഒനിയലിനെ അത്രമാത്രം ഒനിയലിന് ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ ഒനിയലിന്റെ കാര്യം ഇതും കൂടെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ആണെന്നുള്ള രീതിയിലാണ്. ഒരിക്കലും കണ്ടവർക്കറിയാം അത് രണ്ടും സെയിം അല്ല എന്നുള്ളത്. ആര്യനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ വെറും പട്ടി ഷോ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒനിയിലാണെങ്കിൽ ഇതിന് സപ്പോർട്ട്. എന്ന് വെച്ചാൽ ഒനിയിലിന്റെ വിചാരം, ഒനിയിൽ ഇത്രയും ദിവസം കണ്ടന്റ് ഒന്നും തരാതെ വാഴയെ പോലെ അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ ഒരു കണ്ടന്റ് കിട്ടി. എന്താ ലാലേട്ടൻ വന്ന് വീട്ടുകാരെ ഒന്ന് വിളിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി, ലക്ഷ്മി ഒരു വിഷയം എടുത്തിട്ടു, അതിൽ പോസിറ്റീവായിട്ട് നവീന് അത് പോസിറ്റീവായിട്ട് തന്നെ ഒനിയിലിന് വരികയും ചെയ്തു. ഒനിയിൽ ഇപ്പൊ ഇതൊരു കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആരെന്ത് ചെയ്താലും ഒനിയിൽ ഈ വിഷയമാണ് എടുത്തിടുന്നത്. അവിടെ എന്നെ കണ്ടില്ലേ, ലാലേട്ടൻ വിളിപ്പിച്ചു, ബിഗ് ബോസ് വിളിച്ചു, എനിക്ക് അതായി, അത് കഴിഞ്ഞ വിഷയമാണ്. പിന്നെയും അതൊരു കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുക. വേറെ കണ്ടന്റ് ഒന്നും അവിടെ ഇല്ല. അവിടുത്തെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് തന്നെ മിണ്ടാതിരുന്നെന്ന് പറഞ്ഞാലും ഈ ഒനിയിലും ഈ അബിയും ഒക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ട് അക്ബറും ജിസയിലൊക്കെ പിന്നെയും പ്രത്യക്ഷത്തിൽ വന്നാണ് അവർ സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്ന് വെച്ചാൽ അകത്തുകൂടുള്ള പണിയാണ്, അടിപ്പണി എന്ന് പറയുമല്ലോ, അടിപ്പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒനിയലിനൊക്കെ ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കി എടുത്ത് ഇങ്ങനെ നടക്കുക. എന്തായാലും ഇപ്പൊ നടന്നൊരു സംഭവമാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. റെനയ്ക്ക് അൺകംഫർട്ടബിൾ അല്ല എന്ന് തോന്നി ആ വിഷയം. അതൊരു ലേഡിയാണല്ലോ, ആ ലേഡിക്ക് അങ്ങനെ തോന്നി. പക്ഷെ ഇവൻ അവിടെ അതൊരു വല്ലാത്ത രീതിയിൽ റെനയെ വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെന ഇരുന്ന് കരയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നീ മസ്താനിയാണെങ്കിൽ ഞാൻ ഓനിയിലാണെന്ന്. എന്താന്ന് വെച്ചാൽ കാണിക്കുന്ന തെണ്ടിത്തരം എല്ലാം കാണിച്ചിട്ട് അത് വേറൊരു വിഷയവുമായിട്ട് കൂട്ടിക്കലർത്തി ഞാൻ സേഫ് ആണ്, ഞാൻ ചെയ്തത് കറക്റ്റ് ആണ്, നീയാണ് തെറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ റെന ഇവനെക്കറി പിടിക്കാൻ പോയതുപോലെയാണ് ഇപ്പം പറഞ്ഞ് അവിടെ പരത്തുന്നത്. ഇവൻ ഡീസന്റ് ആണ്, ഇവന് പേടിയുണ്ട്. ലാലേട്ടൻ വരുമ്പം ഇതെടുത്ത് വേറെ രീതിയിൽ സംസാരിക്കുമോ എന്നുള്ള രീതിയിൽ ഇവന് പേടിയുണ്ട്. ലാലേട്ടൻ സംസാരിക്കാനൊന്നും പോകുന്നില്ല, നമ്മക്കറിയത്തില്ലേ പുള്ളി ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു പേടിയായിരിക്കാം, അങ്ങനെ ഒരു പേടി കാണുമായിരിക്കാം. അങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കാം ഇവൻ അവിടെ കിടന്നോട്ട് അങ്ങ് മെഴുകുന്നുണ്ട്. നിനക്ക് ബൗണ്ടറി ഉണ്ട് വീട്ടില്, വേറെ ആർക്കും ഇവിടെ ബൗണ്ടറി ഇല്ലയോ എന്ന് ചോദിക്കുന്നത്. അതൊരു ലേഡി അല്ല, ആ ലേഡിക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോ എന്നല്ല, എവിടെയും ഒരു ലേഡീസിനെ ടച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കണമെങ്കിലോ ഒക്കെ ഒരു ബൗണ്ടറി ഒക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ അവിടെ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് കാണുന്ന പോക്കർത്തരം എല്ലാം കാണിക്കാന്നൊന്നും അല്ല ഈ പറയുന്നത്. ആ കുട്ടിക്ക് നീ ആ ബൗണ്ടറിയുടെ അപ്പുറത്ത് നീ കടന്നു എന്ന് തോന്നിയപ്പോഴാണ് ആ കുട്ടി അവിടെ പറഞ്ഞത്. ഇന്നലെ രാത്രി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മസ്താനിയുടെ വിഷയം ഇങ്ങനെ വന്നത് കൊണ്ട് എനിക്ക് പറയാൻ പേടിയാണ്. മസ്താനി അവിടെ നെഗറ്റീവ് ആവുകയും ഒനിയിൽ പോസിറ്റീവ് ആവുകയും ചെയ്തുകൊണ്ട് ഇവിടെ ചിലപ്പോൾ ഞാൻ എന്തിനാണ് ആ ബെഡിൽ കയറി കിടന്നതെന്ന് ചിലപ്പോൾ ചോദിച്ചാലൊന്നൊരു പേടി അവിടെ
ബിന്നിയോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവൻ നേരെ കൺവേർട്ട് ചെയ്തിട്ട് ഇവനെ കയറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവനെ കയറി പിടിക്കാൻ പോയ പോലെ ഇവനിപ്പോ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ സപ്പോർട്ട് ആരാണ്? നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ഇതിനൊക്കെ സപ്പോർട്ട് ആരാണ് എപ്പോഴും എപ്പോഴും പറയാൻ വയ്യ. ആ സപ്പോർട്ട് ആരാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് തോന്നിയില്ല. നീ കിടന്ന് ഇങ്ങനെ you came and lie down with me. You tried to lie down with me. അവൻ അവിടെ തുപ്പുന്നുണ്ട്. ആരെ? ഈ റെനയെ നോക്കി ഇവൻ തുപ്പുന്നുണ്ട്. എന്ന് വെച്ചാൽ റെനയാണ് അവിടെ കാണിച്ചത്. റെന എന്റെ ബെഡിൽ കയറി കിടന്നു, അപ്പൊ ഞാനൊരു ഫണ്ണ് പോലെ ചെയ്തതാണ്, എന്റെ ബെഡിൽ കയറി കിടക്കാൻ നിനക്ക് നാണമില്ലേ എന്നുള്ള ചോദിച്ചിട്ട് അവൻ അവിടെ റെനയെ മുഖത്ത് നോക്കി തുപ്പുവാണ്. ഇതൊക്കെ ആര് ചോദിക്കും? ഇതൊന്നും ആരും ചോദിക്കത്തില്ല. ഇതൊന്നും 72 ക്യാമറയും അവിടെ വേറെ ഏതോ സ്ഥലത്തിരുന്ന് കാണുന്ന ആളും ഇതൊന്നും കാണത്തില്ല. എന്താ വെച്ചാൽ അവസാനം വരുമ്പോഴത്തേക്ക് ആര്യനെ സൂപ്പിച്ച് തലോടി വിടുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. റെനയോട് നേരത്തെ ഗെയിം കളിച്ച രീതിയിലും ആ സംസാരത്തിലും ഒക്കെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. വിമർശനത്തെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവായി അല്ല വിമർശനം കൊണ്ട് നെഗറ്റീവായി എന്ന് പറഞ്ഞാലും ഈ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് നമ്മൾ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ റെനയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ തെണ്ടിത്തരം കാണിച്ചത് മൊത്തം ഈ ആര്യനാണ്. ഇതിന് ചൂട്ട് പിടിക്കാൻ കുറച്ച് പേരും. ഇത് ബിഗ് ബോസ് ഷോ ആണോ? ഇത് ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണിനെ പെണ്ണിനെന്ന് വെച്ചാൽ ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല, ഇത് റെനയുടെ മാത്രം കാര്യമല്ല, അനുമോളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം എടുക്കണം. അനുമോളെ ഇതുപോലെയാണ് ഹരാസ് ചെയ്തുകൊണ്ടിരുന്നത്. മെന്റലി 15 പേരും ചേർന്നോണ്ട് ആദ്യം മുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അതുപോലെ തന്നെയാണ് ഇപ്പൊ റെനയോട് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിന് ഒരു ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ അവൻ എന്തോ തികഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇപ്പോൾ റെനയുടെ തലയിലേക്ക് ഇടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് എന്റെ ബെഡി ഒന്ന് എന്റെ ബെഡി മാറി നിന്റെ ഇവിടെ കണ്ടില്ല. പോപ്പെടുന്നോ? സൈഡിൽ പോ. എന്റെ ബെഡി കയറുന്നല്ലോ. സോറി നമ്പർ 1. ഞാൻ നിന്റെ മേത്ത് കയറി കിടന്നോടെ ആര്യാന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നത് അവൻ പുച്ഛം, അവൻ എല്ലാരോടും പുച്ഛമാണ്. എന്നിട്ട് അവൻ പറയുന്നത് കേട്ടോ, അവൻ പറയുകയാണ് നീ എന്റെ ബെഡിൽ കയറി കിടന്നല്ലോ എന്ന്. അവന്റെ ബെഡിൽ കയറി ഒരു പെണ്ണ് കിടന്നെന്ന് പറഞ്ഞ് അവൻ അവിടെ മേത്തോട്ട് കയറി കിടക്കും. അത് ഏത് ഷോയും ആയിക്കോട്ടെ. വേണമെങ്കിൽ വന്ന് സാറ്റർഡേ ലാലേട്ടൻ പറയുമായിരിക്കും നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് അവന്റെ ബെഡിൽ കിടന്നത്, അതുകൊണ്ടല്ലേ അവൻ ചാടി കയറിയത് എന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ്. എന്നുവെച്ചാൽ പുരോഗമന ചിന്താഗതികളാണല്ലോ ഇതുവഴി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ആര്യം കാണിക്കുന്ന ഇതുപോലത്തെ തെണ്ടിത്തരങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ബിഗ് ബോസും അതുപോലെ ഇവനെ പണിഷ് ചെയ്യേണ്ട സമയത്തൊന്നും പണിഷ് ചെയ്യാതെ ഇവനെ ഒരു ചിരിച്ച് ഒരു കുഞ്ഞുവാവ അല്ലെ കുണുവാവ സ്റ്റൈലിൽ വിട്ടുവെച്ചത് ആരാണ്? വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന ലാലേട്ടൻ ഒരു എപ്പിസോഡിലെങ്കിലും ഇവനെ വിമർശിക്കേണ്ട രീതിയിൽ വിമർശിച്ചിട്ടുണ്ടോ? അങ്ങനെ വിമർശിച്ചിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ ആവത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ നോമിനേഷനിൽ ഇവൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ സാബുമാനെ എന്താണ് ഇവർ പുറത്താക്കാതിരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈ പ്രാവശ്യത്തെ നേർച്ചക്കോഴി സാബുമാനാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 2 എലിമിനേഷൻ നടത്തിയ ഇവര് ഈ വട്ടം ഒരെണ്ണേ നടത്തുള്ളൂ. അത് സാബുമാന് വേണ്ടിയാ. എന്താന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അനുമോളും അനീഷും ഈ നോമിനേഷനിൽ വന്നിട്ടില്ല. എന്തായാലും ആര്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ സാബുമാൻ ഔട്ട് കൊടുക്കുമായിരിക്കാം. പക്ഷേ നമ്മളുടെ മുന്നിൽ ഇവരെല്ലാവരും കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? സാബുമാൻ അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല, അവിടെ സാബുമാൻ ഒരു ഗെയിമും കളിക്കുന്നില്ല എന്ന് അവർ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. അത് ലാലേട്ടൻ തന്നെ കഴിഞ്ഞ ആഴ്ച അത് പബ്ലിക്കിലും പറഞ്ഞു കഴിഞ്ഞു, സാബുമാനെ നീ വല്ലതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ അവിടെ നേർച്ചക്കോഴിയായിട്ട് ഇപ്പൊ നിർത്തിയിരിക്കുന്നത് സാബുമാനെയാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ പുറത്താകേണ്ടത് ആര്യനാണ്. എന്നുവെച്ചാൽ അനുമോളുടെ ഫാൻസ് എവിടെ വോട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. അനീഷിന്റെ ഫാൻസ് ഷാനവാസിന് കുറച്ച് വോട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ഇവനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായ കാര്യമാണ്. ഇപ്പൊ ജിസേൽ ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും വേണേ വാദിക്കാം ആര്യന് വോട്ട് കിട്ടുമെന്ന്. ഈ ജിസേലിന് ഈ പറയുന്ന പോലെ വോട്ടൊന്നും ഇല്ല. നിങ്ങൾ ഈ 5%, 4% ഏത് പോളിലാണ് ഇവിടെ വോട്ടിരിക്കുന്നത്? ഇപ്പൊ എല്ലാവരും പറയും യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന പോളാണോ പോളെന്ന്. എല്ലാ ബിഗ് ബോസ് ഷോയിലും ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. എത്ര ശതമാനം എല്ലാവർക്കും അറിയാം. ആർക്കാണ് അവിടെ നിൽക്കുന്നതിൽ വോട്ട് ഉള്ളത് എന്നുള്ള മിനിമം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ പറയുന്ന ആര്യനാണ്, ഞാൻ നോക്കിയിട്ട് ആര്യനാണ് അടുത്ത ഈ ആഴ്ച പുറത്താകേണ്ടത്. പക്ഷെ ഇവർ പുറത്താക്കത്തില്ല. ഇവരവിടെ നേർച്ചക്കോഴിയായിട്ട് വെച്ചിരിക്കുന്ന സാബുമോനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷ്മിയോ അവർ പുറത്താക്കും. 100% ഉറപ്പാണ്. നിങ്ങൾ കണ്ടുവെച്ചോ. ഒരു എലിമിനേഷനെ നടക്കത്തുള്ളൂ. 2 നടത്തിയാലും ഇവനെ പുറത്താക്കേണ്ടി വരും. ഇവർ ഒറ്റ ഒരെണ്ണമേ നടത്തത്തുള്ളൂ. അഥവാ ഇവന് ഏറ്റവും കൂടുതൽ വോട്ട് ഇവന് കുറവാണെങ്കിൽ തന്നെ എലിമിനേഷൻ വേണ്ടാന്ന് വെക്കൂ ഇവര്. ഇതാണ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ടാണ് ഈ വോട്ടൊക്കെ നോക്കിയാണ് പുറത്താക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ആര്യനാണ് പുറത്താവേണ്ടത്. പക്ഷെ ഇവർ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ വോട്ടിങ്ങിന്റെ രീതി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. എന്നുവെച്ചാൽ ഈ എലിമിനേഷനിൽ വരാത്തവരുടെ വോട്ടുകൾ എവിടെയൊക്കെ പോകും, എന്തൊക്കെ നടക്കും എന്നുള്ളത് ഒരു ലോജിക്കിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ.
പക്ഷെ ഈ തെമ്മാടിത്തരം എല്ലാം കാണിക്കാൻ, ഈ തണ്ടിത്തരം എല്ലാം കാണിക്കാൻ ഇവനെ അവിടെ നിർത്തും. പെണ്ണുങ്ങളെ എല്ലാം തോന്നുന്ന രീതിയിൽ ഇവന് ഇഷ്ടം പോലെ ഇവനെ ഉപയോഗിക്കാം, ഇവന് ചെയ്യാം, ഇവന് ഓരോന്നും ചെയ്യാം. പക്ഷെ ഇതൊന്നും ചോദിക്കാനും പറയാനും അവിടെ ആരും ഇല്ലെന്നുള്ള കാര്യം അവനറിയാം. അപ്പൊ ഇവന്റെ ഏത് തണ്ടിത്തരം അവിടെ നടക്കുമെന്നും അറിയാം. അപ്പൊ ഇവനെ അവിടെ ഇങ്ങനെ നിർത്തി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും തോറും ഇത് മിക്കവാറും വലിയൊരു വിഷയത്തിലേക്ക് തന്നെ പോകാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.